is an active volcano, but on the off chance it blows up today, panic and run. ഏറ്റവും സ്റ്റീപ്പും ഏറ്റവും സ്ലിപ്പറിയും ആയിട്ടുള്ള പാർട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നോ ഐഡിയ വാട്ട്. Oops. ടൊങ്കാരിരോ ആൽപൈൻ ക്രോസിംഗ് ന്യൂസിലാൻഡിലെ വളരെ ഫേമസ് ആയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈക്കിങ്ങിൻ്റെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ ഈ ഹൈക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി എന്തൊക്കെ മനസ്സിലാക്കണമെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരും. വെളുപ്പിന് 3 മണിക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തവരാണ് കേട്ടോ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഏജ്, റിക്സൺ, ജോർജ് ഇവരെല്ലാവരും വെല്ലിംഗ്ടണിൽ നിന്ന് ആണ് വരുന്നത്. ഇവർ വെല്ലിംഗ്ടണിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്നെ പാംസ്റ്റൺ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എന്നെ പിക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ടൊങ്കാരിരോ നാഷണൽ പാർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ടോറങ്ങിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ചെല്ലുന്നത് ഒരു കാർ പാർക്കിങ്ങിലേക്കാണ്. ഇവിടെ വെച്ച് നമ്മൾ കാറെല്ലാം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഷട്ടിൽ ബസ് എടുത്ത് നമ്മൾ ഈ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ പോകണം. ഇവിടെ വെച്ചാണ് ഞങ്ങളെ ടോറങ്ങിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നത്. സ്റ്റാലിൻ, ഋഷി ആൻഡ് റിച്ചു. Maori, and they just ask that no one touches the water or skims rocks or anything on them, please. The final part of your walk today, you'll be entering the bush, and it's roughly 90 minutes from there to the finish. When you guys get to the finish, unfortunately you're not quite finished. You've got about another 5 minutes left to go. Walk down the gravel road and then you'll end up here at the car park, so nice and easy. It is all downhill, so it makes it a little bit easier. If you get to the top and you feel tired and you don't think you can make it, this year we had an 87-year-old gentleman do the walk in under 8 hours. So, dig deep. Can be done. Pull up his arm. Final thing, it is an active volcano that everyone is walking across today. It does get monitored daily and it is safe to walk across. But on the off chance it blows up today, panic and run. It's easy, eh? If something does happen, our suggestions are, depending where you are on the track, is head back to the beginning if you're closer to the beginning, or head to the end, and then there'll be buses and emergency services everywhere to get people back to safe locations. If someone does get hurt today, 111 is New Zealand's emergency number, so call them and they will be able to help get you guys to safety. Apart from that, I hope everyone enjoys today. If you're travelling New Zealand, I hope you enjoy the rest of your stay and stay safe. Thanks everyone. Thank you. നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന ഹൈക്കിങ്ങിൻ്റെ ഒരു ട്രാക്ക് പ്രൊഫൈലാണ് ഈ പിക്ചറിൽ കാണുന്നത്. അതായത് ടോട്ടൽ ഏകദേശം 20 കിലോമീറ്ററോളം നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ട്. 20 കിലോമീറ്റേഴ്സ് നമ്മൾ ഇത് വാക്ക് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫിനിഷ് ചെയ്യുന്നതും വ്യത്യസ്തമായ പോയിന്റുകളിലാണ്. അടിപൊളിയാണ് ഈ ലുക്ക് കണ്ടത്.
based on our gods, our Māori gods, who all have their own domain here in the world and the environment. So I'll start us with a bit of a karakia. Mai e te tipua, mai e te tawhito, mai e te kāhua ngā riki, mai e te iringa mai o te kauheke, mātua, hea tua, i hara mai rā koe i hea, i hara mai rā koe i hea, i hara mai rā koe i te whakauti nuku, i te whakauti rangi, ko tō koutou mano e, ko tāku mano e, tāne kairi hea, whāno, hara mai te tōki, haumi e, hui e, tai ki e, mauri ora. We'll make our way on to the mountain route. ഈ ഹൈക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് വെതർ. അപ്പോൾ ഇത് ക്ലൈമറ്റ് ഓഫ് ടൊങ്കാരിരോ നാഷണൽ പാർക്ക് ഈസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ എന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വെതർ ചേഞ്ചസ് ക്വിക്ക്ലി. അതായത് ഹൈ ലെവൽ ഓഫ് റെയിന് അല്ലെങ്കിൽ വെരി കോൾഡ് ടെമ്പറേച്ചർ എല്ലാം കോമൺ ആണ്. അതെല്ലാം നമ്മൾ വ്യത്യസ്തമായ ഓൾട്ടിറ്റ്യൂഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നോ ഈസ് പോസിബിൾ അറ്റ് എനി ടൈം ഓഫ് ദ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായ വെതർ എല്ലാം നോക്കി ട്രാക്ക് കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് വേണം സത്യം പറഞ്ഞാൽ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനൊന്നും നോക്കാൻ പറ്റുന്നു. ഞങ്ങൾ സത്യത്തിൽ നല്ല വെയിലാണ് പ്രതീക്ഷിച്ചത്. കാരണം ഒന്നാമത് ന്യൂസിലാൻഡിൽ ഇത് സമ്മർ ടൈമാണ്. അപ്പോൾ പല ഹൈക്കേഴ്സും പറഞ്ഞിട്ടുണ്ട് നല്ല വെയിലായിരിക്കും, നിങ്ങൾ നല്ല സൺസ്ക്രീൻ ലോഷനൊക്കെ കയ്യിലും മുഖത്തും തേച്ചിട്ട് വേണം പോകാനെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ നല്ല സൺസ്ക്രീൻ ലോഷൻസൊക്കെ മേടിച്ച് കയ്യിലും മുഖത്തൊക്കെ തേച്ചു. പക്ഷേ ഹൈക്കിങ്ങിൻ്റെ ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ പാർഷ്യലി ക്ലൗഡ് എന്നാണ് വെതർ റിപ്പോർട്ടിൽ കണ്ടത്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഈ വെതർ വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് വെയിലില്ല, തുടക്കം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നത് കാരണം നല്ലൊരു അധികം കാറ്റോ അധികം തണുപ്പോ ഇല്ല. ഞങ്ങൾക്ക് കയറാൻ പാകത്തിന് വളരെ കൂളായ ചില്ലിങ് ആയ ഒരു വൈബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെതർ ഞങ്ങൾക്ക് തരുന്നുണ്ട്. സ്റ്റാലിൻ്റെ ഫോട്ടോഗ്രാഫി കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെച്ച് നല്ലൊരു ലാൻഡ്സ്കേപ്പ് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നില്ല, എല്ലാം സ്റ്റാലിയുടെ കൺട്രോളിലാണ്. സ്റ്റാലി നമ്മൾ കാണുന്നു. അതെ ടൊങ്കാരിരോ ക്രോസിങ്ങിൽ വിൻ്ററിനേക്കാളും കൂടുതൽ സമ്മറിലാണ് കൂടുതൽ ആളുകൾ വരുന്നതെന്നുള്ളതാണ്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ വിൻ്ററിലാണ് ഇവിടെ വന്നിട്ടുള്ളൂ. മഞ്ഞുമല കാണാനാണ് പൊതുവെ ഇവിടെ ആദ്യം തൊട്ടേ വന്നിട്ടുള്ളൂ. ഈ ഹൈക്കിങ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാരണം സമ്മറിലാണ് ഹൈക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. മഞ്ഞെല്ലാം പോയി വെതർ കണ്ടീഷൻ കുറച്ചെങ്കിലും ഫേവറബിൾ ആയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ സമ്മറിലാണ്. ട്രിപ്പ് ഒരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു ഞങ്ങൾക്ക് പലർക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഹൈക്കിങ്ങിൻ്റെ ഗിയേഴ്സ് പലർക്കും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഞങ്ങൾ അടുത്തുള്ള കടകളിൽ നിന്ന് മേടിച്ചു. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്,
ഇതൊക്കെ ഈ ഹൈക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹൈക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് വാട്ടറും സ്നാക്സ്, പിന്നെ വെതർ കണ്ടീഷനിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജാക്കറ്റ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ ഗിയേഴ്സും. ന്യൂസിലാൻഡിലെ ഹൈക്കിംഗ് ട്രാക്കുകളെല്ലാം അതിൻ്റെ ഹാർഡ് ലെവൽ അനുസരിച്ച് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഈസി, ഈസിയസ്റ്റ്, മോഡറേറ്റ്, അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഹൈക്കിംഗ് ട്രാക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പെടുന്ന ഹൈക്കിംഗ് ട്രാക്കാണ്. അതായത് അത്യാവശ്യം മോഡറേറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ഫിറ്റായ ഏതൊരാൾക്കും ഈ ഹൈക്കിങ് ചെയ്യാം. ഞങ്ങൾ ഈ ഹൈക്കിങ്ങിനിടയ്ക്ക് നല്ല പ്രായമുള്ള റിട്ടയർഡായ ആളുകളൊക്കെ വളരെ കൂളായിട്ട് ഈ ഹൈക്കിങ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. Hiking in a group, stay together. We actually here. You're here. Bit of motivation going on, guys. നമ്മൾ വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നായിരുന്നു. അടുത്ത ഒരു കയറ്റത്തിലേക്ക് എത്തി.
too far, eh, boys? Sure. Dano. Dano, what? Yeah, I'm jumping. Yeah, bro. Oh my god, I'm going to the slope. Gotta be really, really careful. Oh, it's so dangerous. Oh shit. I think ഹൈക്കിങ്ങിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും ഹാർഡായ ഒരു ട്രയലിൽ ഞങ്ങൾ എത്തി. ഓരോ വാക്കും വളരെ സ്ലോ ആയി, ഓരോ സ്റ്റെപ്പും വളരെ സ്ലോ ആയി. 2 സ്റ്റെപ്പ് ശരിക്ക് സ്ലിപ്പറി നമ്മൾ ഫീൽ ചെയ്യും മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ. The hardest part, I guess. ഇത്രയും നേരം ഹൈക്ക് ചെയ്തൊരു ഏറ്റവും സ്റ്റീപ്പും ഏറ്റവും സ്ലിപ്പറിയും ആയിട്ടുള്ള പാർട്ട്. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നോ ഐഡിയ വാട്ട്സ് ബിഹൈൻഡ്, വാട്ട്സ് അണ്ടർ there. ബോയ്സ് എല്ലാം സ്റ്റഡി ആയിട്ട് ഹൈക്ക് ഒരു ലെവലിൽ കയറുന്നുണ്ട്. ഇതാടാ. Yes. Yes. Okay, we finally find out AJ. Oh no. AJ is actually at the peak of his happiness. AJ, നമ്മൾ തീർന്നില്ല, ഇനിയുണ്ട്. ഇനി 2 മണിക്കൂർ കൂടി നടക്കാനുണ്ട് AJ. എന്റെ അളിയ വിശന്നിരിക്കുമ്പോ ഇതൊക്കെ കിട്ടിയാണ്ടല്ലോ. ജോർജ, നീ ലൈഫ് സേവറാണ്. എത്ര ഉണ്ടാ പാക്കറ്റ് തീർന്നാ? You are the best man, you are the best. Okay, bro. കാറ്റ് കൊണ്ടോണം. Hello. Hello. Okay. That's the critter, eh? എടാ കാണുന്നതല്ല ക്രിറ്റർ.
ആ കാണുന്നല്ല സെൻട്രൽ പോയിന്റ്, ആ ചെറിയ ലേക്ക്. ഞാൻ പല പ്രാവശ്യം തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത ഒരു വാക്കാണ് ക്രേറ്റർ. ക്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയയാണ്. വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടന്ന്, അതായത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ലാവയൊക്കെ പുറത്തോട്ട് പോയി അതിനുശേഷം ഒരു കുഴി പോലെ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ക്രേറ്റർ എന്ന് പറയപ്പെടുന്നത്. ഇപ്പം ഈ കാണുന്ന സ്ഥലത്ത് നല്ല വെള്ളം, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം അത് നിറഞ്ഞു കിടക്കുകയാണ് ഈ ക്രേറ്ററിൽ. ഇത് നമുക്ക് തൊടാൻ അനുവാദമില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു വാർണിംഗ് തരും. കാരണം ഇത് ഇവിടുത്തെ മാവോറി ജനവിഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ അവർ വളരെ സേക്രഡായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് തുടരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള ജീവികളോ സസ്യങ്ങളോ ഒന്നും ഇല്ല. കാരണം ഇത് വളരെ അധികം മിനറൽ കണ്ടൻറ്റ് ഉള്ള ഒരു വെള്ളം കൂടിയാണ്. കാണാൻ കൊതിച്ചിരുന്ന സംഭവം, ദ സെൻട്രൽ പാർട്ട്. ഈ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കാണാൻ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇറങ്ങി പോരും കേട്ടോ. കാരണം ആദ്യം വന്നപ്പോൾ ബാറ്ററി തീർന്നു പോയി ഫോണിൻ്റെ. അതിനുശേഷം പവർ ബാങ്കൊക്കെ കണക്ട് ചെയ്ത് റിസ്ക് എടുത്ത് ഞാൻ ഒന്നും കൂടി വാട്ടറിൻ്റെ അടുത്തൊന്ന് വന്നു നോക്കട്ടെ. യപ്പ്. ഓ ഷിറ്റ്.